പ്രിയമുള്ള മലയാളി സുഹൃത്തുക്കളെ, ഞാൻ പ്രഭാകരൻ. സ്റ്റാർട്സ് ഇൻ യൂറോപ്പ് എന്ന പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുന്നതിനായി നിങ്ങൾക്കേവർക്കും സുപരിചിതരായ പ്രശസ്തരായ താരങ്ങളുമായി എത്തിയിട്ടുള്ള ഈ ഗ്രൂപ്പിൻ്റെ മാനേജരാണ് ഞാൻ. നിങ്ങളേവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സർവോപരി എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദി നമ്മുടെ കുമാരേട്ടനോട് എനിക്ക് അറിയിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. 10-20 വർഷമായിട്ട് നിങ്ങളോടൊപ്പം ഇവിടെ ജീവിക്കുന്ന അദ്ദേഹം നാട്ടിലെ എൻ്റെ ഒരു അയൽവാസി സുഹൃത്തുമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പ്രഭാകര, നാട്ടിൽ നിന്ന് നീ കുറച്ച് താരങ്ങളായിട്ട് ഇവിടെ എത്തിയിട്ട് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം നീ നടത്തണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിവിടെ വരാനൊരു സൗകര്യം ഉണ്ടായത്. അതുകൊണ്ട് കുമാരൻ ചേട്ടനോടുള്ള എൻ്റെ നന്ദി പ്രത്യേകം അറിയിച്ചുകൊണ്ട് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനത്തിനായി വിശിഷ്ട വ്യക്തി ചാക്കോ മാഷ് ഇപ്പം തന്നെ ഇവിടെ എത്തും. അപ്പോൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളുടെ ആയിട്ടില്ല, ഉദ്ഘാടനമായിട്ടില്ല. ഇനി ചാക്കോ മാഷ് ഒരു 5 മിനിറ്റ് കഴിയും ചാക്കോ മാഷ് വരാൻ. അപ്പോഴത്തേക്കും നീ എന്തെങ്കിലും കുമാരേട്ട പറഞ്ഞു ഇപ്പൊ തന്നെ നേരം വഴി എന്ന് പറഞ്ഞ് ജനങ്ങൾ കൂക്കിയിട്ടല്ലേ ഞാൻ ഇവിടെ ഓടി എന്താ ചെയ്യാ, കാര്യങ്ങൾ നടക്കണ്ടേ? ആളെത്താണ്ട് എങ്ങനെ ചെയ്യാ? നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ, കലാകാരന്മാര്, അവരൊന്നും അങ്ങോട്ട് പരിചയപ്പെടുത്തുക. എന്താ കുമാരേട്ട ഈ പറയുന്നത്? ഉദ്ഘാടനം കഴിഞ്ഞ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തിയ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാം തുടങ്ങുക, അതല്ലേ അതിന്റെ വഴി? എനിക്ക് അറിയാണ്ടല്ലോ, കാര്യങ്ങൾ നടക്കണ്ടേ? തന്നെയല്ല, നിന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ വന്നവർക്കൊക്കെ കാണാലോ. അപ്പൊ എന്നെ വിശ്വാസമല്ലേ? നിന്നെ വിശ്വാസമില്ലാണ്ടല്ലാന്ന് എന്നെ വിശ്വസിച്ചിട്ട് ഈ കാണുന്ന ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തേക്കണം. തന്നെയല്ല, വേറെ കാര്യമുണ്ട്. ആ ജോർജ് കഴിഞ്ഞ തവണ ഇവിടെ ഒരു പരിപാടി നടത്തി, ഉദ്ഘാടനമൊക്കെ ഗംഭീരായി. അവസാനം നോക്കി ആർട്ടിസ്റ്റുകളെ ക്ഷണിച്ചപ്പോ ഒരൊറ്റാളില്ല. എന്താ കാരണം? പലർക്കും വിസ കിട്ടിയില്ല, ഫ്ലൈറ്റ് ഇല്ല, അങ്ങനെയില്ല. എന്തിനു പറയണു, പരിപാടി പൊളിഞ്ഞു. അവസാനം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് അതൊക്കെ പിരിച്ചുവിട്ടത് അറിയാൻ എനിക്ക്. ഞാൻ എന്താ ചെയ്യുന്നത്? നീ ഇപ്പൊ നിന്റെ കൂടെ വന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കണ്ട് പരിചയപ്പെടുത്തുക. അപ്പൊ ആൾക്കാർക്ക് ഉദ്ഘാടനം കാണാൻ ഒരു സന്തോഷം ഉണ്ടാവും. ഇതിപ്പോ ഈ പരിചയപ്പെടുത്തൽ പറഞ്ഞ ഒരു ആമുഖല്ലാണ്ട് എങ്ങനെ എന്ത് മോഹമായാലും വേണ്ടിയില്ല, നന്നായിട്ട് നീ അങ്ങോട്ട് ചെയ്യാതെ തന്നെ, വേറെ വർത്താനില്ല. എന്നാ ഞാൻ ചെയ്യാം. പ്രിയമുള്ളവരെ, എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം താരങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം ഉദ്ഘാടനം നടത്താമെന്നാണ് തീരുമാനിച്ചെങ്കിലും കുമാരേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും 2 വാക്ക് സംസാരിക്കുന്നതിനായി കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കും. ഒന്നാമത് കുമാരേട്ടൻ വിളിച്ചിട്ടാണല്ലോ ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അവരേനൊന്ന് സ്വാഗതം ചെയ്താൽ നന്ദിയൊക്കെ പറഞ്ഞാൽ പരിപാടി തുടങ്ങാനായിട്ട് എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രസംഗിക്കുന്നത്? ഒന്നാമത് നിങ്ങളുടെ ആൾക്കാരല്ലേ, 2 വാക്ക് പറഞ്ഞാൽ പരിപാടി. കുമാരേട്ടൻ 2 വാക്ക് സംസാരിക്കും. അവിടെ നിൽക്ക്. എന്തെന്നാ പറയേണ്ടത്? ആദ്യം നിങ്ങളോട് സഹകരിച്ചവരൊക്കെ ക്ഷണിക്കാറ്. അല്ല, ബഹുമാനപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, നമ്മൾ വർഷാവർഷം നമ്മളിവിടെ കൂടാറുണ്ടെങ്കിലും ഓരോ ആ കുട്ടികളൊക്കെ കരയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞാനിതിൻ്റെ ഇതാണല്ലോ സെക്രട്ടറി. ആരാന്ന് അറിയാത്ത അവസ്ഥയായി. എന്തായാലും എല്ലാ തവണയും വളരെയധികം അതിഗംഭീരായിട്ട് സഹായിച്ചിട്ട് ആൾക്കാരാണ് ഏറ്റവും മുമ്പിലിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും പറയല്ല. 100 പ്രാവശ്യം ഞാൻ ചക്കരോട് പറഞ്ഞ ഇവിടെ ക്ഷണിക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടാ. താൻ തന്റെ ആർട്ടിസ്റ്റുകളോട് പരിചയപ്പെടുത്തണ്ട, വെറുതെ മനുഷ്യന്മാർക്കെടുത്ത. അവൻ വന്നപ്പോഴേ തുടങ്ങി നാട് വിട്ട് ഇവിടെ അവനെ കൊണ്ടുവന്ന ശല്യം. ഇപ്പൊ വന്നപ്പോ തുടങ്ങിയ കയറ്റാൻ നല്ല ഫിറ്റാണ്. അവനോട് കയറ്റി വിടണ്ടാട്ടോ ഓരോരുത്തർ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട്. വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ തിരക്കും മാറ്റി വെച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമസ്കാരം. ശരി, എന്ന് പറഞ്ഞപ്പോ പണിയെടുത്ത കാശാ ചെയ്യാൻ എത്ര നേരം? മാഷ ആരെയും വിളിക്കണ്ട, അവരിങ്ങോട്ട് കയറി കൊണ്ട് വരും. മാഷ ഈ ബബ്ബ എന്ന് പറയല്ലേ, വല്ല കോഴിയും കയറി കൊണ്ട് വരും. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പോഴാ കഴിയാന്നാവോ ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണുറക്കൊഴിച്ച്, ഞാൻ പറഞ്ഞോളാം, പറഞ്ഞ അവിടെ നിന്ന് നിർത്തിയെടുത്ത് ആൾക്കാർ തെറ്റായിരിക്കും. ഊണുറക്കൊഴിച്ച് നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. കൂക്കണ്ട കുട്ടികളെ, കൂക്കണ്ട. മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് പൂക്കളും അതുപോലെ തന്നെ കുട്ടിയോളും
ഞാൻ പറഞ്ഞോളാ. മാഷേ പൂക്കളും കുട്ടികളും അത് രണ്ടും ഇനി പറയണ്ട ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരനും ഈ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. നന്ദി നന്ദി നമസ്കാരം. നന്നായി പോടാ കുടിയാ. മല പോലെ വന്ന് മഞ്ഞ് പോലെ പോയി. നീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാക്കാനായിട്ടിരിക്കാനുള്ള ഇവിടെ. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ നാട്ടുകാർ കയറിയപ്പോൾ തിരുത്തിയായിരുന്നു ഇവിടെ. നീ ഒരു കാര്യം ചെയ്ത് അങ്ങോട്ട് സ്റ്റേജിന്റെ ബാക്കപ്പൊക്കെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങാണ്. കലാപരിപാടി എന്നാ ആദ്യം എന്റെ സർക്കസ് ചെയ്തോളാം. എന്നാ ഞാൻ ഉടനെ എടാ ഞാൻ പറഞ്ഞില്ല വേല ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല, ഇത് കേരളമല്ല, ലണ്ടനാണിത്. നിങ്ങൾ എന്ത് വർത്താനം ഈ പറഞ്ഞു? ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് കെട്ടിച്ചൊന്ന് കൊണ്ടുവന്നിട്ട് നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയെന്നേ. അതിന് സമയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാൻ ഇപ്പൊ പറ്റില്ല. അങ്ങോട്ട് ഇറങ്ങിയേക്ക്. ഇപ്പൊ ഡാൻസ് ആണ് പ്രിയമുള്ളവരെ. അതെ പ്രഭാരേട്ടാ, ഡാൻസ് നടക്കില്ല. അത് അവന്റെ സർക്കസ് നടക്കട്ടെ. ഇതൊന്നും നടക്കണ കാര്യമില്ല. ഞങ്ങൾ എന്റെ സർക്കസ് വെച്ചേ സർക്കസ് സർക്കസ് കളിപ്പിക്കും. പ്രിയമുള്ളവരെ, എന്തായാലും നമ്മുടെ കുഞ്ചാക്കോ ബോബൻ നയിക്കുന്ന ഒരു അടിപൊളി ഡാൻസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വേലായുധന്റെ സർക്കസ്. അപ്പൊ ഞാൻ വന്നത് എത്ര നന്നായി. സുഹൃത്തുക്കളെ, നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും இந்த மாதிரி ഒരു നമ്മുടെ ഇത് സർക്കസിൽ എന്ത് ചിരിക്കും നിങ്ങള്? പറയാറില്ല, കാണിച്ച പോലെ പറയാൻ എങ്ങനെ പറ്റുള്ളൂ? അത് തമിഴില് പറയാൻ കിട്ടണ്ടേ? നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലല്ലേ, വേറെ എവിടെ ഇല്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കട്ട 3 സർക്കസ് നോക്കണം. ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഞങ്ങളതൊക്കെ പറയാറുണ്ടെങ്കിലും ഉണ്ടായിരുന്ന പണ്ടാറൊക്കെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിന് നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ പോകുന്ന ഇത് നോക്കണം. അതെ, ഇവിടെ വന്നേ. ഒരാള് സഹായത്തിന് വേണം. എനിക്കിവിടെ വേലായുധന് സഹായത്തിന് ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങോട്ട് കടന്നു വരും. ഏതെങ്കിലും കുട്ടി നിങ്ങൾ നിന്നാ മതി. നിങ്ങളെ ഒരു പണിയില്ലാണ്ട് നിൽക്കണം ഇവിടെ. എനിക്ക് സർക്കസ് അറിയില്ല. വേലായിട്ട് നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കൊണ്ട് നിന്നാ മതിയാ. വെറുതെ സഹായത്തിന് നിന്നാ മതി. ഇതാ അതെ, ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്ത് തരഞ്ഞിട്ടാ ഈ വെള്ളം. സുഹൃത്തുക്കളെ, ഇപ്പൊ പൊണ്ടിക്കണ്ട, പറഞ്ഞിട്ട് കാട്ടിയാൽ മതി എന്ന് പറഞ്ഞില്ലേ വെറുതെ. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഒരു ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം. ഇതാ നോക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഞാൻ പറയുമ്പോ ബക്കറ്റിലേക്ക്. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഈ ബക്കറ്റിലെ ഒറ്റ ബക്കറ്റ് വെള്ളം നിന്ന നിപ്പിൽ നമ്മുടെ പ്രഭാകരേട്ടൻ കുടിച്ച് വറ്റിച്ച് കാണിച്ചു തരും. എല്ലാവരും കൈയടിക്കേ. ആര് കുടിച്ചു പറ്റിക്കണേ? അത് നിങ്ങള്. അപ്പൊ ആരുടെ സർക്കസ് കളിക്കണേ? ഞാൻ കുടിക്കാൻ നിന്നാ നിനക്കെന്താ പണി? എനിക്ക് പറയാൻ നിൽക്കണ്ടേ? നീ പറയാൻ നിന്ന് ഞാൻ കുടിക്കല സർക്കസ്. നിങ്ങൾ അത് അങ്ങനല്ല, കുറേശ്ശെ കുടിച്ചാൽ മതി. ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും കൂടി ഒരു ഒറ്റ ബക്കറ്റ് വെള്ളം മതിയടാ. നിങ്ങൾ പറയുന്നേക്ക് ഞാൻ പറയുമ്പോ നിങ്ങൾ ഒരു ഇത്തിരീശ് ഒരു ഇത്തിരീശ് കുടിച്ചാൽ മതി. എവിടേക്ക് പോണിയാള് പണ്ടാറ ഞാൻ പറയുമ്പോഴത്തേക്കും. നിങ്ങൾ കുടിക്കണ്ട, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോണ്ട്. ഞാൻ കുടിച്ചോണ്ട് കുഴപ്പമില്ല. നീ കുടിച്ചോ, ഞാൻ വലിച്ചടക്കരുത്. സുഹൃത്തുക്കളെ, ഇതാ ഒരു ഇത്തിരീശ് കുടിക്കാൻ പറ്റില്ല. എന്റെ അമ്മ വേണ്ടോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത്? നിങ്ങൾ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി പറ്റില്ലല്ലോ. വേണ്ട, പറ്റില്ല എന്ന് മനസ്സിലായി. സുഹൃത്തുക്കളെ, ഞാൻ വേറൊരു മാജിക് കാട്ടാ. അതുകൊണ്ട് കുഴപ്പമുണ്ട് നിങ്ങൾക്ക്? അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നെ വലിച്ചടക്കേ. വേണ്ട, നിങ്ങൾ വേണ്ട. ഒരു മാജിക് കാട്ടാ. ആദ്യം ഒരു ടവൽ ഇങ്ങോട്ട് വന്നേ. അതൊക്കെ ചോദിച്ചു. സുഹൃത്തുക്കളെ, ഇതാ ഒരു ചാൻ വയറിന് വേണ്ടി ഒരു മനുഷ്യ സുഹൃത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക്. ഇതെന്തത് സാധനം? ഇത് നാറിയിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. സുഹൃത്തുക്കളെ, ഇതാ ഒരു വാച്ച് ഇങ്ങോട്ട് കേട്ട്. ഒരു പൊട്ട വാച്ച് മതി ഇങ്ങോട്ട് ഊരത്. സുഹൃത്തുക്കളെ, ഒരു ചാൻ വയറിന് വേണ്ടി ഇതാ നോക്കണം. ഒരു ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞൊരു വാച്ച്. ഇതാ നിങ്ങളുടെ ഒരു കല്ലിങ്ങോട്ട് എടുത്തേ. ഒരു കല്ലിങ്ങോട്ട് എടുത്തിട്ട് വാ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങളുമാരും. ഒരു ചാൻ വയറിന് വേണ്ടി ഈ ടവലിൻ്റെ ഉള്ളിൽ വെച്ച് പൊതിഞ്ഞ വാച്ച്. ഇതാ നോക്കണം, നിങ്ങളുടെ മുമ്പിൽ വെച്ച്. എല്ലാവരും ഒന്ന് കയ്യടിച്ചേ. മതി 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 മതി. അവിടെ ഇരിക്കട്ടെ, കാണിച്ചതാന്ന് പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, അടുത്ത മാജിക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. ഒരു ട്രിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇരുമ്പിൻ്റെ വളയം എടുത്തേ. ഇതാ നോക്കുന്നു സുഹൃത്തുക്കളെ, ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ
രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്നൊരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. എവിടേക്കാ പോണ്? ആരുടെ ഈ രണ്ടാള്? ഞാനും. അപ്പൊ വില ഇത് എന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സർക്കസ് അറിയില്ല. നിങ്ങൾ കാട്ടണ്ട, ഞാൻ കാട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ. ഈ രണ്ടാളെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാനാ സർക്കസ് കാട്ടുന്നത്. നിങ്ങൾ അവിടെ നിന്ന് സഹായത്തിന് നിന്നാ മതി എന്ന് പറഞ്ഞില്ലേ. ഇതാ ഈ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി ഒരു കയറിന്റെ ഉള്ളിൽ കൂടെ. ഒന്നാമത്തെ പണ്ടാറയുടെ ഞാൻ ബാഗ് എവിടെയും വെക്കുമോ? 10 വയസ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. നിങ്ങൾക്കുണ്ട് ആങ്ങള പെങ്ങളുമാരും. ഇതാ നോക്കണം. എന്താ അങ്ങനെ പറ്റുമോ? രണ്ടാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറുന്നെങ്കിൽ വന്നത്. ഞാൻ കാണിച്ചോളാം, നിങ്ങൾ കാട്ടിന് പറഞ്ഞു തന്നാൽ മതി. സുഹൃത്തുക്കൾ ഇതാ നോക്കണം. ഒരു ചാൻവയറിന് വേണ്ടി രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ ഇരുമ്പോളത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ്. ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അറിയുന്നവർക്ക് പ്രശ്നമില്ല കേട്ടോ. അവിടെ ഇരിക്കും സുഹൃത്തുക്കളെ. ഇതാ ഒരു വരത്തെ തിക്കിൻ്റെ അരക്കുണ്ടാക്കല്ലേ, പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. സുഹൃത്തുക്കളെ ഇതാ നോക്കണം. ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. ഇതാ കുത്തി കയറില്ല, ഞാൻ പറഞ്ഞ മാതിരി കാട്ട്. നിങ്ങളുടെ വലത്തെ കൈ, ഇതിൻ്റെ വലത്തെ കൈ ഇടത്ത് വലിച്ചറിയില്ല നിങ്ങൾക്ക്. പോ നിനക്ക് പറ്റാ. ഞാൻ തല എടുത്തല ശരിക്കിരിക്കേ. എന്താ ഉദ്ദേശം? മറ്റേ ഇരിക്കാൻ ഇരിക്കി. എടുത്ത കൈ പൊന്തല്ലേ, കൈ നീ ഞാൻ തിരിയട്ടെ അവിടേക്ക് കൈ മേപ്പിടിക്കാൻ പറഞ്ഞു. ഇയാൾ എവിടേക്ക് മൂട് പൊന്തിക്കണ കൊണ്ടാണ് ഞാൻ. കേറടോ, ഇയാൾ എന്താ ശ്വാസം കിട്ടല്ലേ? അത് എന്ത് നോക്കിയിട്ടാണോ നിൽക്കണത്? നിങ്ങൾക്ക് വലിയ ആകള് മക്കളുമാരും. ഇതൊന്ന് വന്ന് മുറിക്കണോ ആരെങ്കിലും? ഒന്ന് വന്ന് മുറിക്കും പോലെ വന്ന് മുറിക്കണോ ആരെങ്കിലും? ഇറങ്ങ, ശ്വാസം കിട്ടല്ലേ? വേണ്ടാത്ത പണിക്ക് നിന്നിട്ട് അറിയില്ലേ പറയണ്ടോ? സർക്കസ് കഴിഞ്ഞു. എന്റെ വാച്ച് വാച്ച് കുത്തിപ്പൊട്ടിച്ച് കണ്ടില്ലേ ഇവിടെ ഇരുന്നിട്ട്? വില ഇത് എല്ലാ സർക്കസുകാരും അങ്ങനെയാണ്. ആദ്യം വാച്ച് മേടിച്ച് കുത്തിപ്പൊട്ടിക്കും. പോവാൻ നേരത്ത് ഒരു കേടും കൂടാതെ ആ വാച്ചും കൂടി തിരിച്ചു തരും. അതൊക്കെ വലിയ വലിയ സർക്കസുകാരല്ലേ പ്രഭാതേട്ടാ, ഞാൻ പഠിക്കണല്ലോ.